ബീഹാറിലെ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്തെ സ്മൃതി സ്തൂപ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം ഈ ഒരു യാത്ര രാവിലെ ഞങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് ബുദ്ധന്റെ സ്മൃതി സ്തൂപയ്ക്ക് അടുത്തുള്ള ഈ ഒരു ഗേറ്റിന് മുൻപിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കുകയുള്ളൂ. വിശാലമായ ഏരിയയിൽ ബഹുനില കെട്ടിടങ്ങളും സ്തൂപയും ഒക്കെ നിലകൊള്ളുന്നതാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. ഒരു വശത്ത് സ്തൂപയുണ്ടെങ്കിൽ മറുവശത്ത് അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സെക്ഷനും കാര്യങ്ങളും ഒപ്പം ലൈബ്രറിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ ഈ ഒരു സ്തൂപ കയറി കാണുവാൻ വേണ്ടി നേരത്തെ മുൻകൂട്ടി സാറുമാര് തന്നെ ഓൺലൈനായിട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നതാണ്. ഇനി അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സ്തൂപ കയറി കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പരിസര പ്രദേശങ്ങളിലൂടെ എന്റെ ക്യാമറ കണ്ണുകൾ ഒന്ന് ചലിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഗവൺമെന്റ് ഇതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചത്. ഒത്തിരിയേറെ വിസ്തൃതിയിലാണ് ഇതിന്റെ കെട്ടിടങ്ങളും ഇതിന്റെ സമുച്ചയങ്ങളും ഒക്കെ നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ധന്റെ സ്മൃതി സ്തൂപ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഉള്ളത്, ഇത്രമാത്രം വലുപ്പത്തിൽ എന്താണ് ഇവര് പണികഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള അറിയുവാനുള്ള ആഗ്രഹമാണ് വൈശാലി വരെ ഞങ്ങളെ ഓരോരുത്തരെയും എത്തിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഇൻഫർമേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഹിന്ദി ഭാഷയിലാണ് എന്ന് മാത്രം. ഏതായാലും അത് ഒരു നോക്ക് കണ്ടതിന് ശേഷം ഈ സ്മൃതി സ്തൂപയിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയുവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പുകളെല്ലാം അഴിച്ചു വെച്ച് ഈ ഒരു സ്മൃതി സ്തൂപയിലേക്ക് പ്രവേശിക്കുകയാണ്. അകത്ത് ബുദ്ധന്റെ ചെറിയ ഒരു സ്റ്റാച്യു ആണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത്, അതും ബ്ലാക്ക് നിറത്തിലുള്ളത്. സാധാരണ ബുദ്ധന്റെ സ്റ്റാച്യു ഒക്കെ ഞാൻ എല്ലായിടത്തും കണ്ടിരിക്കുന്നത് വൈറ്റ് നിറത്തിലാണെങ്കിൽ ഇവിടെ മാത്രം കാണുന്നത് കരിങ്കല്ലിന്റെ നിറമായിരിക്കാം ഒരുപക്ഷെ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കരിങ്കല്ലിലായിരിക്കാം ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു ചിത്രീകരണം നടത്തുന്നവരെ തടയുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാനും നടത്തുന്നത്. ധാരാളം ആളുകൾ ഇതിന്റെ മുമ്പിൽ വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഈ ഒരു വീഡിയോ ചിത്രീകരണം ഒക്കെ നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അനുവദനീയമല്ലാത്ത ഒരു ചിത്രീകരണവും ഞാനും പരമാവധി നടത്താറില്ലാത്തതാണ്. ഇങ്ങനെ സെക്യൂരിറ്റിയുടെ മൗന അനുവാദത്തോടുകൂടിയാണ് ആ ഒരു ചിത്രീകരണം ഞാൻ നടത്തിയത്. ഈ ഒരു സ്തൂപയുടെ ചുറ്റുപാടുമായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടനും കൂടി അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നല്ല ഒരു കാഴ്ച കുറച്ചു നേരം എന്റെ വീഡിയോയിൽ പകർത്തുവാനും ഞാൻ മറന്നുപോയില്ല. ഈ സ്തൂപയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്ന ഒരു ചിത്രീകരണം ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തുകയായിരുന്നു. ഇതും സ്തൂപയ്ക്കുള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഒരു ചിത്രീകരണം അവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് ഒരു വിവരണം നൽകുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഏതോ ഒരു പ്രതിഷ്ഠയാണ് എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെയും ആളുകൾ കൂടി നിൽക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മകുടമാണ് എന്നെ ഏറെ ആകർഷിച്ചത്. വിസ്തൃതിയാർന്ന ഈ ഒരു വലിയ കെട്ടിടത്തിന് മകുടമായിട്ട് നിലകൊള്ളുന്നത് വൃത്ത ആകൃതിയിലുള്ള ഒരു മകുടം, അത് എന്നെ തീർച്ചയായിട്ടും അതിശയിപ്പിക്കുകയുണ്ടായി. നല്ല ഒരു എഞ്ചിനീയർ വൈഭവമാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതുപോലെയുള്ള റാമ്പുകൾ പല പ്രാവശ്യം കയറി ഇറങ്ങിയാണ് റൗണ്ട് അടിച്ച് ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നത്. ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല മിനിറ്റുകൾ എടുത്താണ് ക്യൂ നിന്നാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശനവും നടത്തിയിരിക്കുന്നത്. ഈ ഒരു സ്തൂപയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു ചിത്രീകരണം ഞാൻ ഒപ്പിയെടുക്കുവാൻ മറന്നില്ല. കാരണം ആകാശ ഒരു വീക്ഷണം പോലെ നമുക്ക് ഈ സ്തൂപയുടെ മുകളിൽ നിന്നുള്ള ചിത്രീകരണത്തിന് ലഭ്യമാകുന്നുണ്ട്. വാട്ടർ ഫൗണ്ടനും ബഹുനില കെട്ടിടങ്ങളും ഒക്കെ ചുറ്റുപാടുമായിട്ട് അണിനിരന്നിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഇതിന്റെ പണികളെല്ലാം പുരോഗമിച്ചത് എന്നുള്ള കാര്യം ഞാൻ സാറുമാരിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അവരും വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. ആരെങ്കിലും പുറത്തുനിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിച്ചേരുന്നവരുടെ കൂട്ടത്തിൽ എത്തിച്ചേരാം എന്ന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും അവരെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ്. അവരും ഈ ഒരു സ്തൂപ വനത്തിന് ശേഷം ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ ഒരു അനുഭവം പകർന്നുകൊണ്ടാണ് വൈശാലിയിലുള്ള ഈ ഒരു ബുദ്ധന്റെ സ്തൂപയിൽ നിന്നുള്ള കാഴ്ചകൾ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്.
തീർച്ചയായിട്ടും ബീഹാറിൽ എത്തിച്ചേരുന്നവർ ഈ ഒരു വൈശാലിയിലുള്ള ഈ ബുദ്ധന്റെ സ്റ്റോറിയും വന്ന് കാണേണ്ടതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു.